എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആമിഫൈഡ് കസ്റ്റംസിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫജിഷ്കൻ്റെ വണ്ടി കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ ഫജിഷ്കൻ്റെ വണ്ടി ഇവിടെ ആമിഫൈഡിൽ കൊടുത്തിട്ടാണ് വന്നിരുന്നത്. വണ്ടിയിൽ കുറേ വർക്കുകൾ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ വർക്കൊക്കെ കഴിഞ്ഞ് വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ട് ആമിഫൈഡിൽ വന്നിട്ടുള്ളത്. നമ്മുടെ വണ്ടി ഇവിടെ ബാക്കിലുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ സൈലൻസർ കൂടി ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം, നമ്മുടെ സൈലൻസറിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് സ്റ്റോക്ക് സൈലൻസർ സെറ്റ് ചെയ്യേണ്ടി പോക്കാണ്. വണ്ടിയുടെ എല്ലാ പണികളും കഴിഞ്ഞ് നമുക്ക് വിശദമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് എടുത്തെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സൈലൻസർ ഇപ്പം ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ വെച്ചിരിക്കുന്ന ഇവിടുത്തെ സൈലൻസറായിരുന്നു. അപ്പോൾ അത് അവർ ഊരിയെടുക്കുകയാണ്. അത് ഊരിയെടുത്തതിന് ശേഷം നമ്മുടെ സൈലൻസർ വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഹെഡറിൻ്റെ ഈ പോർഷനൊക്കെ അഴിക്കുകയാണ്. അപ്പം ഇത് ആമിഫൈഡുകാർ അവരുടെ തന്നെ സൈലൻസറും അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇപ്പോൾ അഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ സൈലൻസർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഫജിഷ്കിൻ്റെ അടുത്തുണ്ടായിരുന്ന സ്റ്റോക്ക് സൈലൻസറാണ്. സ്റ്റോക്ക് സൈലൻസറിൻ്റെ മേലെ ആൻറ്റി റസ്റ്റിനുള്ള കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അടിച്ച് നല്ല പക്കയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മുടെ വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ട്രയൽ റണ്ണിന് പോകും. ട്രയൽ റണ്ണിന് പോയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും പരിഹരിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകും. ಇದಕ್ಕೆ ಹೈಟ್ ಮಾಡಲಿಕ್ಕೆ ಹೈಟ್ ಮಾಡಿದ್ರೆ ಬಾಟಮ್ ಸ್ಪ್ರಿಂಗಿಗೆ ಸ್ಪ್ರಿಂಗಿಗೆ ಬರೀ ರಬ್ಬರ್ ಹಾಕೋದು ಕಲ್ ಸ್ಪ್ರಿಂಗಿಗೆ ಹಾಕ್ಬೋದು. ಹಾಕ್ಬೋದು ಸರ್, ಜಸ್ಟ್ ರಬ್ಬರ್ ಹಾಕೋದಲ್ಲ. ಹೌದು, ಸ್ವಲ್ಪ ಹೈಟ್ ಆಗುತ್ತೆ, ಅದು ಬಾಟಮ್ ಆಗಲ್ಲ. ഹെഡറിൻ്റാകും ഗ്യാസ്കറ്റ് അല്ലേ? ആ റൈറ്റ്. ഗ്യാസ്കറ്റ് വിട്ട് സെറ്റ് ചെയ്യില്ലേ? നമ്മുടെ വണ്ടിയുടെ പഴയ ഗ്യാസ്കറ്റ് ಇವತ್ತು ಲಾಸ್ಟ್ ನಾನು ಬೇರೆ ಕಡೆ ಹೇಳ್ತೀನಿ, ರೆಡಿ ಇರು. ಸೋಮವಾರದಿಂದ ಆಯಿತಾ? ಓಕೆ. നമ്മുടെ വണ്ടിയുടെ ഹെഡറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇനി എക്സോസ്റ്റ് പൈപ്പ് ഫിറ്റ് ചെയ്യണം. എക്സോസ്റ്റ് പൈപ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമുക്ക് നേരെ നമ്മുടെ വണ്ടി ടെസ്റ്റ് റൈഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഹെഡറിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഓൾമോസ്റ്റ് ഫൈനലായി. ഇനിയിപ്പോൾ നമ്മുടെ ടെസ്റ്റ് റൈഡ് എടുക്കണം. അപ്പോൾ നമ്മളിവിടെ സന്ദീപ് ഉണ്ട്. അപ്പോൾ നമുക്ക് സന്ദീപിനോട് നമുക്കൊന്ന് ചോദിക്കാം നമ്മുടെ വണ്ടീൻ്റെ എന്തെല്ലാം വർക്കുകൾ ഇപ്പോൾ നിലവിൽ ചെയ്തെന്നുള്ളതിൻ്റെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടെസ്റ്റ് റൈഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് എടുക്കാം. എന്നാലും നമുക്ക് അതിൻ്റെ കറക്റ്റുള്ളൊരു വിവരം നമുക്ക് കിട്ടും, വണ്ടി നമ്മൾ പണിയെടുപ്പിച്ചതിനുള്ള വർത്തുണ്ടോയെന്ന്. സന്ദീപേ പറയട്ടെ. അതായത് ഞങ്ങൾ വണ്ടി കൊണ്ടുവന്നത് നമുക്ക് വണ്ടി മിസ്സിങ്ങും കണ്ണെരിയുന്നതും വണ്ടി ഗിയർ ബോക്സ് നോയ്സ്, പിന്നെ കുട്ടി ഗിയർ ബോക്സ് നോയ്സ്, ആക്സിൽ നോയ്സായിട്ട് വന്നേ. ഇപ്പോൾ അവർ ഓരോ കംപ്ലയിൻ്റ് എടുത്ത് നമ്മൾ പറഞ്ഞ കംപ്ലയിൻറ്റ് എഗനിസ്റ്റായിട്ട് ഇവർ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞിരുന്നുണ്ട്. ഇപ്പോൾ കണ്ണെരിയതിൻ്റെ കാര്യം പറഞ്ഞു വെച്ചാൽ അതിൻ്റെ ഒരു ബ്രീത്തർ ഓസ് വരുന്നുണ്ട്, ചെറിയൊരു സെക്ഷൻ ഓസ് പോലെ. അത് അതിൽ നിന്ന് അഴിഞ്ഞു പോയി, അതുകൊണ്ടാണ് കണ്ണെരിയുന്നത് പറഞ്ഞത്. പിന്നെ ഗിയർ ബോക്സിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ഗിയർ ബോക്സ്, ഹൈ ഗിയർ ബോക്സിൻ്റെ എല്ലാ ഗിയറും ചെറുതായി സ്ലിപ്പാകാൻ തുടങ്ങി. പിന്നെ സിങ്ക്രോൺ കംപ്ലൈൻ്റ് ആവാൻ തുടങ്ങി. എന്നിട്ടിപ്പോൾ കുട്ടി ഗിയർ ബോക്സ് മൊത്തം അസംബ്ലി മാറാമെന്നാണ് പറഞ്ഞത്. അസംബ്ലി മൊത്തം മാറി, ഹൈ ഗിയർ ബോക്സ് മാറി, പിന്നെ മെയിൻ ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങും കാര്യങ്ങളും മാറി, പിന്നെ റിയർ LH RH ആക്സിൽ ബെയറിങ് മാറിയിട്ടുണ്ട്. പിന്നെ എല്ലാ എല്ലാ പ്രോപ്പർ ഷാഫ്റ്റും മാറിയിട്ടുണ്ട്. അതെ. പിന്നെ നമ്മുടെ റേഡിയേറ്റർ അല്ലേ, റേഡിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ജിപ്സിക്ക് വരുന്നത് വണ്ടിക്ക്
എന്താ പറയുക സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫുൾ ടൈം കറങ്ങിക്കൊണ്ടിരിക്കുന്ന വാട്ടർ പമ്പിൽ വരുന്ന ഫുൾ ടൈം കറങ്ങിക്കൊണ്ടിരിക്കുന്ന റേഡിയേറ്റർ ഫാന്. അപ്പോൾ ഇതിൽ വെച്ചാൽ അതിൽ നിന്ന് മാറിയിട്ട് പുതിയ വണ്ടി പോലെ ഇൻബിൽട്ട് ആയിട്ട് ഇത് വന്നു റേഡിയേറ്ററിൻ്റെ കൂടെ. അതായത് നമ്മുടെ പിന്നെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് 5 ഘട്ട സാധാരണ ഓരോ വണ്ടിക്കിട്ട് കണക്കാക്കിയിട്ടാണ് 5 ഘട്ട കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ 5 ഘട്ട ആയി കഴിഞ്ഞാൽ ഫാൻ വർക്ക് ചെയ്യും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ വണ്ടിക്ക് വരുന്നത്. പണ്ടത്തെ വണ്ടിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ ഫുൾ ടൈം വാട്ടർ ഫാൻ കറങ്ങിക്കൊണ്ടു. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് സമയത്തിന് മാത്രം ചൂടാകുമ്പോൾ മാത്രം ഹീറ്റാകുമ്പോൾ മാത്രം കൂളിംഗ് കൊടുത്താൽ അങ്ങനെയുള്ള സംവിധാനം. പക്ഷേ അതിൻ്റെ ഗുണദോഷങ്ങളുണ്ട്. ദോഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ 5 ഘട്ടത്തിന് മേലെ 8 ഘട്ടമായിട്ട് ഫാൻ വർക്ക് ചെയ്തില്ലെങ്കിൽ ഓവർ ഹീറ്റ് ആയി പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? അപ്പോൾ കറക്റ്റ് വയറിംഗ് എല്ലാം കറക്റ്റ് ഇത് മാത്രം പോരാ, വയറിംഗും കറക്റ്റായിട്ട് പോകണം. ടെമ്പറേച്ചർ തെർമോസ്റ്റാറ്റ് ഇതെല്ലാം പക്കയായിട്ട് ഓക്കെ ആണെങ്കിലേ ഇതെല്ലാം വർക്കിംഗ് ആവും. ടയറോഡന്റ് മാറി കാണുന്നുണ്ട്. പിന്നെ ടയറോഡന്റ് മാത്രമല്ല ടയറോഡിന്റെ അസംബ്ലി റാഡ് മൊത്തം സ്റ്റിയറിംഗ് പമ്പ് മാറി കാണുന്നുണ്ട്. പിന്നെ ടയറോഡന്റ് സ്റ്റിയറിംഗ് യൂജ് സ്റ്റിയറിംഗ് വീല് ഇതെല്ലാം മാറി കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് റൈഡിന് വേണ്ടി പോക്കാണ്. ടെസ്റ്റ് റൈഡിന് ഞാൻ പോകുന്നില്ല. അപ്പോൾ ടെസ്റ്റ് റൈഡിന് ഫജിഷ്ക പോകുന്നുണ്ട്. ഫജിഷ്ക എന്താണ് അഭിപ്രായം? സൂപ്പറല്ലേ? എന്നിട്ട് നമുക്ക് ഒന്നുകൂടി നമുക്ക് വണ്ടിയിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരോട് ചോദിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് നാട്ടിലേക്ക് തിരിക്കാം. ഫജിഷ്ക എടുത്തു പറഞ്ഞോ. വണ്ടി അടിപൊളിയാണ്, ഓക്കെയാണ്, ആണോ? എന്തെങ്കിലും ചെറിയൊരു ഇതുണ്ട്, സ്റ്റിയറിംഗ് ലെവലാക്കാണ്ട്, പിന്നെ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ പിന്നെ ടെമ്പറേച്ചർ കുറച്ചും കൂടെ ഒന്ന് റെഡി ആവുന്നുണ്ട്. ഓക്കെ ബാക്കിയെല്ലാം അടിപൊളി സെറ്റ്. എങ്ങനെയാ? ഹാപ്പിയാ? വണ്ടി പറക്കുന്നുണ്ടാ? വണ്ടി സൂപ്പർ അല്ല ടൂണിങ് നമ്മുടെ രാഘുവിന്റെ വണ്ടി അതുപോലെ അല്ല, ചെയ്ത സമയത്ത് നല്ല സ്പീഡ് ആയിരുന്നു. അതുപോലെ തന്നെ അതേ കയറുന്നില്ല വണ്ടി. മീറ്റർ കിട്ടാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലായിട്ടില്ല, സ്പീഡ് മനസ്സിലായിട്ടില്ല. ഓക്കെ എത്ര കയറുന്നുണ്ടോ അല്ലേ? RPM മാത്രമേ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. ഓക്കെ മീറ്ററും കൂടി സെറ്റ് ആയിട്ട് ഒന്നുകൂടി നോക്കി. ഇത് എന്തൊക്കെയായിരുന്നു നമ്മൾ ട്രയൽ ചെയ്ത് വന്നപ്പോൾ എന്തൊക്കെയായിരുന്നുണ്ടായിരുന്നത്? നമുക്ക് പോയിന്റ് എന്തൊക്കെയായിരുന്നു മാറ്റം വരുന്നത്? സ്പീഡോമീറ്റർ വർക്ക് ചെയ്തില്ല, പിന്നെ ടെമ്പറേച്ചർ വർക്ക് ചെയ്തില്ല. ഓക്കെ ആ രണ്ട് പ്രശ്നമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓക്കെ അല്ലേ? അപ്പോൾ ഇനി അത് രണ്ടും ഒന്ന് ട്രയൽ എടുത്ത് നോക്കിയിട്ട് ആയിക്കോട്ടെ. എന്നാൽ പിന്നെ നീ പോയി ട്രയൽ നോക്കിയിട്ട് വാ. ഫോർ വീലിന്റെ അത് നോക്കണം, അതിന്റെ സ്വിച്ച് വർക്കിംഗ് ആണോ? വർക്കിംഗ് ഓക്കെ സൂപ്പർ നല്ല അടിപൊളി. അപ്പം വണ്ടി രണ്ടാമത്തെ ടെസ്റ്റ് റൈഡ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ സ്പീഡോമീറ്റർ കേബിൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുപോലെ പിന്നെ നമ്മുടെ ഹീറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സന്ദീപ് ട്രയൽ പോയി വന്നിട്ടാവുള്ളൂ. നമുക്ക് സന്ദീപിനോട് ചോദിക്കാം അതെല്ലാം പരിഹരിച്ചിട്ടുണ്ടോ. പിന്നെ അതുപോലെ നമ്മളൊന്ന് റാമ്പിൽ കയറ്റിയിട്ട് നമുക്ക് അടി മൊത്തമായിട്ട് നമുക്കൊന്ന് നോക്കണം. അതായത് നമ്മൾ ചെയ്ത പണികളൊക്കെ ഒന്നുകൂടെ നോക്കി ഒന്ന് കൺഫേം ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് ബില്ലിങ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ. അപ്പോൾ നാമിഫൈഡിൽ വന്നിട്ട് ഇത് ആദ്യമായിട്ടാണ് നമ്മൾ റൈറ്റ് ടൈമിൽ ഇറങ്ങുന്നത്. വരട്ടെ ചേട്ടാ, എങ്ങനെയുണ്ട് വണ്ടി? ഉഷാറായി, സ്മൂത്തല്ലേ? മീറ്റർ ഓക്കെ.
ഹീറ്റിങ്ങിൻ്റെ നോക്കണം ഇപ്പോൾ അതില്ല. ആ ഓക്കെ. കുറച്ച് കയറ്റണം. क्या हमने देखो पूरा व्हील का काम हो गया इसमें. किंग बेरिंग, ब्रेक पैड, ब्रेक रोटर्स, पूरा काम हो गया इसमें. ब्रेक रोटर स्किन आउट करके डाला है, उसका पूरा हो गया. और इधर प्रॉपर शाफ्ट, 3 भी प्रॉपर शाफ्ट बदला दिया. 1 2 3. ठीक है. बाद में ब्रांड न्यू गियरबॉक्स डाला है. अच्छा नया गियर बॉक्स डाल दिया छोटा वाला छोटा वाला 4x4 का. और इसके अंदर क्लच प्लेट, प्रेशर प्लेट, फ्लाई व्हील बेरिंग, क्लच रिलीजर बेरिंग, क्लच केबल. हाँ पूरा डाल दिया. हाँ नया. और इसका माउंट. अच्छा ये गियर बॉक्स अच्छा का गियर बॉक्स का माउंट ये वाला है ना. ठीक है. और नीचे वाला पूरा काम हो गया इसके में. गियर बॉक्स, डिफरेंशियल ऑयल वगैरह क्या क्या था पूरा सब कुछ हो गया इसमें. मैकेनिकली पूरा फिट है. और ये फिट है गाड़ी. हाँ टायरोड ये टायरोड है ना. हाँ टायर एंड है. अच्छा टायरोड भी हमने चेंज कर दिया इसमें. और दूसरा वो ये अच्छा ये नट्स वट्स वगैरह सब कुछ नया डाल दिया ना. पूरा नया डाला. अच्छा अच्छा. ലീഫ് എന്താ हाँ 84 ഉള്ളൂ, ഇത് 25. അതാ ചെയ്ത്. हाँ ഇത് പഴയതല്ലേ. नहीं एक एक्स्ट्रा लीफ हमने डाला है. अच्छा एक्स्ट्रा डील है ना. अच्छा ഇത് തന്നെ, ഇത് 4 ഇത് 5. ഇത് അതേപോലെ തന്നെ. अभी हम लोग वो बैठता था ना बराबर राइट साइड में ऐसा होता ना, इसीलिए एक्स्ट्रा लीफ डाला. ഹാൻഡ് ബ്രേക്ക് ഇവിടെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. हाँ हो गया. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ മേജർ വർക്കുകളുടെ അപ്ഡേറ്റ്. ഇപ്പം വണ്ടി ഇപ്പോൾ ഒരു പെർഫെക്റ്റ് കണ്ടീഷനിലായിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ഇനി ഒരു യാത്രക്കെല്ലാം പോകുമ്പോൾ നമുക്ക് എടുത്തിട്ട് ധൈര്യമായിട്ട് പോവാം. വണ്ടിയുടെ ഗിയർ ബോക്സ് ഇപ്പോൾ കണ്ടില്ലേ, അതാ നമുക്ക് ബ്രാൻഡ് ന്യൂ ഗിയർ ബോക്സാണ് വണ്ടിയിലുള്ളത് 4x4. അപ്പോൾ ഇനി ഓഫ് റോഡിംഗ് ഒക്കെ ചെയ്യുന്നതിന് നമുക്കൊരു ടെൻഷനും വേണ്ട. ഷാഫ്റ്റ് അതുപോലെ ടയറോഡൻറ്റ് പിന്നെ സൈലൻസർ എല്ലാം കംപ്ലീറ്റ്ലി നമ്മൾ റിസ്റ്റോർ ചെയ്ത് അത് സെറ്റ് ചെയ്തു. പിന്നെ ഇനി വേറെന്തായാലും പറയാനുള്ളത് മൗണ്ടുകളും കാര്യങ്ങളെല്ലാം മാറ്റി പിന്നെ കംപ്ലീറ്റ് 4 ടയറിൻ്റെയും ഫുൾ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് ഇതിൽ നമുക്കിനി ഒന്നും നമുക്ക് പഴയ സാധനങ്ങളില്ല, ഒക്കെ പുതിയ സാധനങ്ങൾ. ഓ ഇതാ മാറ്റിയ സാധനങ്ങളുടെ ഇതൊക്കെയാണ് വണ്ടിയിൽ നിന്ന് മാറ്റിയ സാധനങ്ങൾ. ഇതിപ്പോൾ കൂട്ടിയിട്ടുണ്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് അല്ലേ. ഇതിൽ ക്ലച്ച് പ്ലേറ്റ്, പ്രഷർ പ്ലേറ്റ്, ക്ലച്ച് കേബിള്, ബൂട്ട്, പ്രൊപ്പലർ ഷാഫ്റ്റ്, പിന്നെ അതുപോലെ വൈപ്പർ, പിന്നെ ബ്രേക്കിൻ്റെ കംപ്ലീറ്റ് സെറ്റ് അല്ലേ, ബ്രേക്ക് സെറ്റ്, പിന്നെ ഫുൾ കംപ്ലീറ്റ് സ്റ്റിയറിങ് എല്ലാം. അതായത് ഒരു വണ്ടി നിനക്ക് പോകുന്ന അത്യാവശ്യം അല്ലേ, ഇനിയൊന്നും ചെയ്യാനില്ല. എഞ്ചിൻ മാത്രമേ മാറ്റിയെടുക്കാനുള്ളൂ. ബാക്കി എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തു. വണ്ടിയെല്ലാം പെർഫെക്റ്റ്. ഇനിയിപ്പോൾ ഒരു വാഷിംഗ് കൂടി കഴിഞ്ഞാൽ കുട്ടപ്പനായ വണ്ടി അല്ലേ. അടിപൊളി. മനീഷ്ക ഇനി നിങ്ങളൊരു അഭിപ്രായം മൊത്തത്തിൽ പറ. എന്താണ് നിങ്ങളിപ്പോൾ ടെസ്റ്റ് റൈഡ് കഴിഞ്ഞു, അപ്പോൾ നമ്മളെല്ലാം കണ്ടു. ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു, അടിപൊളിയാണ്. വന്ന പോലെ അല്ല ഇപ്പം വണ്ടി ഉള്ളത്, സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇപ്പം പഴയ വണ്ടിയാണ്, എന്നാലും ഒരു 80% അല്ലെങ്കിൽ ഒരു 90% തന്നെ പറയാം. എല്ലാം മൊത്തം പുതിയ സാധനങ്ങൾ കയറ്റി, മെയിൻ സാധനങ്ങളെല്ലാം പുതിയ കയറ്റിയിട്ടുണ്ട്. മെയിനായിട്ടുള്ളതാണ് 4x4 ഗിയർ ബോക്സ്, അതാണ് മെയിൻ സംഭവം. പിന്നെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാം എന്താ പറയുക ജനറൽ മെയിൻ്റനൻസും പിന്നെ അതുപോലെ തന്നെ നട്ട് ബോൾട്ട് കാര്യങ്ങളെല്ലാം പുതിയ തന്നെയാണ്. ഓക്കെ ഇനിയിപ്പോൾ ഇതൊന്ന് നിങ്ങൾ പറഞ്ഞ പോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് എന്താന്നുള്ളത് ബാക്കിയുള്ള നോക്കണം, എങ്ങനെയാ ഇതിന്റെ കാഴ്ചയിൽ എങ്ങനെയുണ്ടെന്നുള്ള അല്ലേ. കാണണം. ഓക്കെ റൈറ്റ്. ഇനിയിപ്പോൾ നമുക്ക് റൈഡ് പോകാൻ കണ്ണും പൂട്ടി പോവാന്നുള്ള ഒരു ഗ്യാരണ്ടി തരുന്നുണ്ട്. അതെ അത് നമുക്ക് ആ ഒരു വിശ്വാസം ഉണ്ട്. അതെ അത് നമുക്കൊരു അതുള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് എടുത്തിട്ട് പോവാം അല്ലേ. പെർഫെക്റ്റ്. അപ്പം അടിപൊളി. അപ്പം ഇനിയും ബാക്കി എന്താ വാഷിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി എടുക്കാൻ വിടും. ആദ്യമായിട്ട് ആമിഫേഡി വന്നിട്ട് നമ്മൾ പട്ടാപ്പകൽ തിരിച്ച് വീട്ടിൽ പോകുന്നു. ഇല്ലേ രാത്രി 12 മണിക്ക് ഒരു മണിക്ക് ബില്ല് വന്നിട്ടില്ല. ബില്ല് വരട്ടെ ഈ മുഖാരിക്കൽ ഉണ്ടാവും. അത് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ ബൈ.